അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി, തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകൂപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യമായ ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ വചനം പങ്കുവയ്ക്കുക. എല്ലാവരുടെ മേലും എല്ലാ കാലത്തും ദൈവം ചൊരിയുന്ന കാരുണ്യത്തിൻ്റെ പൂർണ്ണ രൂപമാണ് വിശുദ്ധ കുർബാന. ലോക അവസാനം വരെ നിങ്ങളോടുകൂടെ എന്നും സ്നേഹം നൽകിക്കൊണ്ട് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞ ഏറ്റവും സജീവമായ സാക്ഷ്യമാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങൾ ഞാൻ പല പ്രാവശ്യം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വചനമാണ്. ലൂക്കാസ് സുവിശേഷകൻ മാത്രം കുറിച്ച് വച്ച ആ തിരുവചന ഭാഗത്തിൽ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. യേശു ഒരിക്കൽ പ്രാർത്ഥനാ സ്ഥലമായ സിനഗോഗിലെത്തുകയാണ്. അവിടെ ആ സിനഗോഗിൻ്റെ മൂലയ്ക്ക് കൂന് പിടിച്ച ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൾ മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നപ്പോൾ അവളെ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ച യേശു ആദ്യം അവളെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 18 വർഷമായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നത് സ്നേഹപൂർവ്വം അവളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രയോ പേര് അവളെ തൊട്ട് കാണും. പക്ഷെ ഇന്ന് ഈ നിമിഷം യേശു അവളെ തൊട്ടപ്പോൾ അവൾ നിവർന്നു. എന്താണ് ആ തൊട്ടതിൻ്റെ പ്രത്യേകത? ഞാൻ കണക്കാക്കും അത് സ്നേഹത്തിൻ്റെ ഒരു സ്പർശനമായിരുന്നു. ഇന്ന് ഈശോ ഇവളെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൾക്ക് വേണ്ടി കുറേ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, അല്ലെ അവളുടെ തലയിൽ കൈവച്ച് കുറേ നേരം ദൈവത്തെ വാഴ്ത്തപ്പെടുത്തിക്കൊണ്ടുമല്ല. ഒരൊറ്റ കൊച്ചു സെൻറ്റൻസ് അവിടെ കുറിച്ച് വെച്ചുള്ളൂ. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. കൈകൾ വെച്ചു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ സ്നേഹത്തിൻ്റെ സ്പർശനത്തിൻ്റെ ഒരു അനുരണനമുണ്ട്. ആ സ്പർശനത്തിൻ്റെ ഒരു അലിയടിയുണ്ട്.
അതാണ് അവളിലേക്ക് സൗഖ്യമായി കടന്നു വന്നത്. സ്നേഹസ്പർശനങ്ങൾക്കുള്ള ഒരു സൗഖ്യദായകമായ അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് സ്പർശിച്ച് കടന്നു പോകുന്നു. സ്നേഹപൂർവ്വം സ്പർശിക്കുന്നവരെ, മനസ്സിലാക്കി സ്പർശിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ് ലോകത്തിൻ്റെ ഗതികേടെന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. വിഷമിക്കുന്ന 18 വർഷമായി നിവർന്നു നിൽക്കാൻ പറ്റാത്ത സ്ത്രീ, പക്ഷേ ഇന്ന് ഈശോ അവളുടെ അടുത്ത് വന്ന് സ്നേഹപൂർവ്വം കൈ നീട്ടി തൊട്ടപ്പോൾ 18 വർഷമായി കൂനങ്ങ് നിവർന്നു എന്ന് പറയുന്നത്. എത്രയോ നാളുകളായുള്ള ഈ കൂനിൻ്റെ അവസ്ഥ മാറാൻ മരുന്ന് തേക്കേണ്ടി വന്നില്ല, ഒരുപാട് തെറാപ്പി ചെയ്യേണ്ടി വന്നില്ല, ഫിസിയോതെറാപ്പിയും ചെയ്തില്ല, അല്ലെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. മറിച്ച് യേശു സ്നേഹപൂർവ്വം അവളെ തൊട്ടു എന്ന് മാത്രമാണ്. ഈ സ്നേഹപൂർവമായ സ്പർശനങ്ങൾ കുറഞ്ഞു പോകുമ്പോഴാണ് ഈ ഭൂമിക്കും കുടുംബത്തിനും ജീവിതത്തിനുമൊക്കെ സൗഖ്യങ്ങൾ കുറഞ്ഞു പോകുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ധ്യാനം തുടങ്ങുന്ന ഒരു ഞായറാഴ്ച അപ്പനും അമ്മയും കൂടെ +2 കഴിഞ്ഞ ഏകദേശം 18 വയസ്സ് പ്രായമായ ഒരു മോനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവരുടെ കംപ്ലൈൻറ്റ് ഇവൻ +2 തോറ്റുപോയി അച്ഛാ എന്നാണ്. SSLCക്ക് നല്ല മാർക്ക് കിട്ടാൻ 5-6 A+ കിട്ടിയ പയ്യൻ അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി. അതിനേക്കാൾ അവർക്ക് വിഷമമുള്ളത് ഇവൻ്റെ വേഷം കണ്ടില്ല അച്ഛാ, ഇവൻ പെരുമാറുന്നത് കണ്ടില്ല അച്ഛാ, ഒരനുസരണമില്ല അച്ഛാ. ഞാൻ നോക്കി ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഫാഷനിൽ ഇവൻ്റെ മുടിയൊക്കെ പ്രത്യേക ഷേപ്പാണ്, മുടിയൊന്നും കാര്യമായി മുറിച്ചൊതുക്കിയിട്ടൊന്നുമില്ല. ഇവൻ അരിയിലൊക്കെ 2-3 പൂച്ചപ്പൊടുകൾ താടിയൊക്കെ വളർന്നിട്ടുണ്ട്, അത് ഷേവ് ചെയ്തിട്ടുമില്ല, വൃത്തിയായി ട്രിം ചെയ്തിട്ടുമില്ല. മാത്രമല്ല ഇവൻ്റെ വേഷമൊക്കെ വളരെ പ്രത്യേകതയുള്ള വേഷമാണ്. ഈ അപ്പൻ പറഞ്ഞ പരാതികൾ, ഇവൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, ഇവൻ കുരിശ് വരയ്ക്കാൻ കൂടുന്നില്ല, ഇവരുടെ മുടി മുറിക്കാൻ പറഞ്ഞ മുടി മുറിക്കുകയില്ല, ഇവൻ വൃത്തിയായി നടക്കുകയില്ല, ഇവനൊരു അനുസരണമില്ല, അമ്മ പറയുന്നു ഇവന് സ്നേഹമില്ല. ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുള്ള പയ്യനെ ധ്യാനം കൂടിച്ച് നന്നാക്കാൻ വേണ്ടി ഈ അപ്പനമ്മയും കൂടെ വന്നേക്കുന്നത്. അവൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാനവനെ നോക്കി, നല്ല ഓമനത്ത മുഖമുള്ളൊരു പയ്യൻ, 18 വയസ്സുകാരൻ പയ്യൻ. എനിക്ക് ഈ 17-18 വയസ്സ് പ്രായമുള്ള ഈ +2 പഠിക്കുന്ന പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ കുഞ്ഞു തമാശകളും കോമാളിത്തരങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഈ പയ്യനെ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് നിർത്തി ഞാനവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവൻ്റെ തലയിലൊക്കെ തടവിക്കൊണ്ട് വരാം, നല്ല മുടിയാടാ, നല്ല ഭംഗിയായിരിക്കുന്നതാന്ന് ഞാൻ പറഞ്ഞു. എടാ രസമുണ്ടോ അതിൻ്റെ തലമുടിയൊക്കെ കണ്ടാൽ തുടങ്ങി. അപ്പോൾ ഇവനെ തലപൊക്കി ഒന്ന് നോക്കി, ഇവനെ ഈ മുടിയുടെ പേരിൽ എന്നും വീട്ടിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ താടിയൊക്കെ നല്ലതാടാ. ഇത് ഞാൻ പറയടാ, ഇത് ഷേവ് ചെയ്താലേ നല്ലതൊക്കെ വരുവുള്ളടാ, ഇത് ആദ്യം ഉണ്ടായി പൂച്ചപ്പൊടിയല്ലടാ, ഇതൊന്ന് വടിച്ച് ഭംഗിയാക്കടാ, എന്നാൽ എല്ലായിടത്തും വരൂടാ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ താടിയിലൊക്കെ തടവി. എന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ തോറ്റുപോയെന്നല്ലേ ഉള്ളൂ, ജീവിതത്തിലൊന്നും തോറ്റുപോയില്ലല്ലോ, പരീക്ഷയ്ക്ക് തോറ്റാൽ എന്നാ, ഇപ്പോഴെന്തെങ്കിലും കാരണം. ഇങ്ങനെ വളരെ സ്നേഹപൂർവ്വം വർത്താനം പറഞ്ഞ് ഇവനെ നോക്കുമ്പോഴേക്ക് ഇവൻ എന്നോട് ചേർന്ന് നിൽക്കുക. എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്താണ് തല താഴ്ത്തി വെച്ചാൽ നിൽക്കുന്നത്. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ ഉടുപ്പ് നനയുന്നതായിട്ട്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഈ പയ്യൻ എൻ്റെ നെഞ്ചിൻ്റെ ഇവിടെ തല വെച്ചുകൊണ്ട് ഇവൻ കരയുക. ഇവൻ്റെ കണ്ണീര് വീണാണ് എൻ്റെ ഈ കാസ്, എൻ്റെ ഈ ഉടുപ്പ് നനഞ്ഞത്. പെട്ടെന്ന് ഞാൻ അവനെ മാറ്റി നിർത്തി ചോദിച്ചു, എന്താടാ കരയെന്ന് ചോദിച്ചു. അതായത് ഇവനെ ഞാൻ വഴക്ക് പറഞ്ഞില്ല, ഞാനിവനെ കെട്ടിപ്പിടിച്ചു, ഇവൻ്റെ തലയിലൊക്കെ കൈകൊണ്ട് അവൻ്റെ എന്നും വഴക്ക് വെക്കുന്ന തലമുടിയിൽ കൈ കൊണ്ടൊക്കെ തടവിയും അവൻ്റെ തോളിൽ 2 തട്ടൊക്കെ തട്ടി അവൻ്റെ താടിയിലൊക്കെ തൊട്ട് ഞാനവനങ്ങ് സ്നേഹിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞടാ എന്താടാ കരയുന്നത്. അന്നേരം അവൻ എന്നോട് പറഞ്ഞ വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്, അച്ഛാ പപ്പായും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് എന്തെല്ലാം പരാതി അച്ഛനോട് പറഞ്ഞത്. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചതുപോലെ ഈ പപ്പ എന്നെ എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല അഞ്ഞു അച്ഛാന്ന്. ഇതുപോലെ ഒന്ന് എന്നെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്നെ ഇതുപോലെ ഒന്ന് അപ്പൻ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ആവുകയല്ല അഞ്ഞു അച്ഛാന്ന് എനിക്ക് തോന്നിപ്പോവാന്ന്. ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടുവെക്കും. ആ പയ്യൻ പറഞ്ഞ ചിന്ത, കെട്ടിപ്പിടിക്കാണ്ട് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാവരും പിടിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നില്ല. എല്ലാവരും വഴക്ക് പറയുന്നുണ്ട്, പക്ഷെ ആരും സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തില്ല. ശരിയാണ്, ഇവൻ്റെ 18 വയസ്സിൻ്റെ കൗതുകത്തിൽ ഇവൻ ചിലപ്പോൾ മുടി പ്രത്യേക രീതിയിൽ വളർത്തിക്കാണും,
ഇവൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒപ്പം എത്താൻ വേണ്ടി താടിയൊക്കെ പ്രത്യേക രീതിയിൽ വളർത്തി കാണും, ഷർട്ടൊക്കെ അലക്കാനിട്ട് കാണും, പള്ളിയിൽ പോകാതിരുന്ന് കാണും. പക്ഷേ ഇവൻ ഈ കുറവുകളും പോരായ്മ ഉള്ളപ്പോൾ എന്ന് ഇവ കേൾക്കുന്നത് വഴക്ക. പോയി മുടി മുറിക്കടാ, പോയി മുടി മുറിക്കടാ, നീ അവിടെ എങ്ങനെ ചെയ്തു വെക്കുന്നത്, വൃത്തിയില്ല, അനുസരണയില്ല. കുറ്റപ്പെടുത്തലില്ലാതെ കെട്ടിപ്പിടിക്കുന്നവരുടെ ലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ കുറഞ്ഞു പോകാം. ഒഫീഷ്യലായുള്ള പല ബന്ധങ്ങളും നമുക്കുണ്ട്. കത്ത് കൊടുക്കുന്നത്, വർത്തമാനം പറയുന്നത്, ഒഫീഷ്യലായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ അടുത്ത് നിർത്തി സ്നേഹിക്കുന്ന ആളുകൾ കുറഞ്ഞു തുടങ്ങി. എല്ലാവരുമൊക്കെ വലിയ വലിയ ഔദ്യോഗിക ഭാവങ്ങൾ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ നിന്നാൽ ജീവിതങ്ങളൊക്കെ എന്തോരം മാറിപ്പോവും. സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളല്ലേ അത്ഭുതങ്ങൾ ചെയ്തു വെക്കുക. നമ്മുടെ സമൂഹങ്ങളിലൊക്കെ കുറഞ്ഞു പോകുന്നത് ഈ സ്നേഹ സ്പർശനങ്ങളാണ്. എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു വെക്കുന്നു, കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, കുംഭസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഇങ്ങനെ ആളുകളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾ കുറഞ്ഞു പോകാം. കള്ളുകൂടിയം വരുമ്പോൾ തീർച്ചയായും അവൻ പരാജയപ്പെട്ടു പോയി, അവൻ വീണുപോയി. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്ന് നല്ല ജീവിതം നയിച്ചുകൊണ്ടുന്ന വ്യക്തി, പക്ഷേ ഈസ്റ്റർ വന്നപ്പോൾ ആരോ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് അവൻ കുടിച്ചുപോയി. 4 വർഷം കൂടിയാണ് കുടിക്കുന്നത്. കുടിയുടെ വിഷമം കൊണ്ട് പിന്നെയും കുടിച്ചു. ഈ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവനാകെ മനസ്സിനും അസ്വസ്ഥത, ആകെ ഒരു അസ്വസ്ഥത. ഒരു ഞായറാഴ്ച രാവിലെ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അവൻ എങ്ങനെയോ എൻ്റെ മുഖം ഓർമ്മ വന്നു. അവനൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവൻ ഓടി വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറയും, എൻ്റെ അച്ഛാ എന്നെ തള്ളിക്കളയരുത് അച്ഛാ. ഞാനിങ്ങനെ ഓർത്തു, ഇവന് ഭാര്യ വഴക്ക് പറയുന്നു, എല്ലാവരും വഴക്ക് കൊടുത്തു. ധ്യാനം കൂടി നന്നായി നടന്ന ആളാ തലകുത്തി പറഞ്ഞു, പിശാചിന് കെണിപ്പെട്ടു. ഇവൻ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലായി, ഇവൻ്റെ വായി എന്നിടുന്ന ഈ വെള്ളമൊക്കെ എൻ്റെ ഉടുപ്പൊക്കെ ഒഴുകുന്നുണ്ട്. ഇവൻ്റെ കുടിച്ചതിൻ്റെ മണം കൊണ്ട് എൻ്റെ മൂക്ക് പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയായി. എങ്കിലും ഇവൻ എന്നെ കെട്ടിപ്പിടിച്ച്, അച്ഛാ ഞാൻ ഒരാഴ്ച ഇവിടെ നിന്നോട്ടെ അച്ഛാ. ഞാൻ പറഞ്ഞടാ, നീ ഒന്ന് കുടിച്ചെന്നല്ലേ ഉള്ളൂ, എടാ നീ 4 വർഷക്കാലം നന്നായി നിന്നല്ലേ, നീ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയ്ക്ക് വന്നല്ലേ, എനിക്കറിയാടാ, ഒരു കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട. ഇവരെന്നെ വിടിയാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ഞാൻ അവനെ സ്നേഹപൂർവ്വം പിടിച്ച് കൊണ്ടുപോയി ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്ത്, മാത്രമല്ല ശുശ്രൂഷ പറഞ്ഞടാ അവനെ മുറിയിൽ കൊണ്ടുവന്ന് കുളിക്കാനൊക്കെ പറയും, കുളിച്ചേപ്പിച്ച് കൊണ്ടുപോവാം. ഞാൻ ഓർക്കും, അവൻ ആ ദിവസങ്ങളിലൊക്കെ വന്ന ആ 2 മണിക്കൂർ സമയം അവൻ അസ്വസ്ഥനായിരുന്നു. പതുക്കെ അവൻ്റെ പൂസിറങ്ങുമ്പോൾ, അവൻ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവൻ ജീവിതം തന്നെ നന്നാകുക. ഞാൻ ചിന്തിക്കും, ഞാൻ പറഞ്ഞ ആദ്യ ദിവസത്തെ പ്രസംഗങ്ങളൊന്നുമല്ല അവനെ മാറ്റപ്പെടുത്തിയത്, മറിച്ച് ഞാൻ അവനോട് സാരമിടാം, നീ ഇങ്ങ് പോരടാം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു സ്നേഹത്തിൻ്റെ സ്പർശനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആളുകളെ സ്നേഹപൂർവ്വം ചേർത്തെടുത്താൻ തയ്യാറാണ്. ഞാൻ അന്നിങ്ങനെ വെറുതെ ഓർത്തു, അവന് ധ്യാനത്തിന് വരാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുമോ? ധ്യാനത്തിന് വരാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ നേരത്തെ ഓഫീസ് വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ധ്യാനത്തിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവനെ എനിക്ക് കയറ്റാൻ പറ്റുമോ? ഞാൻ ചിന്തിച്ചു, ഇവൻ വന്നില്ലേ, സാരമില്ല, അവൻ എവിടെയെങ്കിലും സ്ഥലത്ത് നിന്നാൽ മതി, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അവന് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ, വാടാ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടാ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി, എടാ ഭക്ഷണം കഴിക്കടാ എന്ന് പറഞ്ഞ് വിളമ്പി കൊടുത്ത ഭക്ഷണം, അതാണ് അവന് സൗഖ്യമായത്. ഞാൻ കൊടുത്ത വിശുദ്ധ കുർബാനയേക്കാൾ അവന് സൗഖ്യമായത് അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ആ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ തോതിൽ ജീവിതങ്ങളൊക്കെ മാറിമറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ കൊടുക്കുന്ന കുഞ്ഞു സ്നേഹങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന കുഞ്ഞു സ്നേഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. വലിയ സ്നേഹങ്ങളുടെ ആശുപത്രികളെക്കുറിച്ചോ, വലിയ സ്നേഹങ്ങളുടെ സ്കൂളുകളെക്കുറിച്ചോ, വലിയ സ്നേഹത്തിൻ്റെ അനാഥാലയങ്ങളെക്കുറിച്ചോ അല്ല. തൊട്ടടുത്ത് ബലൂൺ പോലെയും മിഠായി പോലെയും കിട്ടാവുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ആ സ്നേഹത്തിന് മുമ്പിലാണ് ഒരുപാട് പേരുടെ മനസ്സ് നിവരുന്നത്. കൂന് പിടിച്ച സ്ത്രീയുടെ കൂന് നിവർന്നത് യേശുവിൻ്റെ ദൈവസ്നേഹം എന്ന് പറയുന്നത് അവളുടെ മേത്ത് തൊടാൻ മാത്രം അലിഞ്ഞിറങ്ങിയപ്പോഴാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ ജായിറൂസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ പോകുന്ന രംഗമുണ്ട്. ഈശോ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രോഗമായി കിടക്കുന്ന കൊച്ചിൻ്റെ അടുത്തേക്ക് എന്നിട്ട്
അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ അവൾ എഴുന്നേക്കും. അവളുടെ അടുത്ത് ചെന്നു, ചേർന്ന് നിന്നു, അവളുടെ കൈക്ക് പിടിച്ചു. ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ് അവളുടെ അസുഖങ്ങൾ ഭേദമാകുക. ഈ ലോകത്തിന് നമ്മളൊക്കെ പലപ്പോഴും സ്നേഹത്തിൻ്റെ നിർവചനങ്ങളെ മാറ്റിമറിക്കേണ്ടതുണ്ട്. എല്ലാവരുമൊക്കെ ഒരുപാട് സ്നേഹം എന്നൊക്കെ പ്രസംഗിക്കുമ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്നേഹങ്ങൾ, പ്രത്യേകിച്ച് ബലഹീനർക്കും ദുർബലർക്കും വീണുപോയവർക്കും തോറ്റുപോയവർക്കും കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്നേഹങ്ങളെ ഏറ്റവും വിലപ്പെട്ട മുത്തുകളായി കണക്കാക്കണം. അത് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ മേഖലകളിലും ആളുകളുടെ ഇഷ്ടങ്ങൾ കുറഞ്ഞു പോകുന്നത്. പലപ്പോഴും നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളിലും പള്ളികളിലും ഇങ്ങനെ കുഞ്ഞു മഞ്ഞുതുള്ളി പോലെ സ്നേഹങ്ങൾ കുറഞ്ഞു പോവുക. മഞ്ഞുതുള്ളിയുടെ സ്നേഹത്തിന് വെയിൽ വന്നാൽ മഞ്ഞുതുള്ളിക്ക് ഇത്രേ ആയുസുള്ളൂ. പക്ഷെ ആ സ്നേഹം ആ നേരത്ത് ഊഷ്മളമാണ്. നമ്മൾ ഓർത്ത് വെക്കണം, ഇപ്പോൾ ഒരാൾ ബലഹീനനാണ്, ഒരു വീഴ്ച പറ്റി, ഒരു കുറവ് പറ്റി, പക്ഷെ അവനോട് നമ്മൾ കാണിക്കുന്ന മൃദു സമീപനങ്ങൾ, ആ തൊടൽ, ആ കൈ ചേർത്ത് പിടിക്കൽ, ആ ചേർത്ത് നിർത്തൽ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആശുപത്രി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് സുവിശേഷം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതേ സമയത്ത് അയാളുടെ അടുത്ത് ചെന്നും അയാളുടെ കൈയൊക്കെ പിടിച്ച് വിഷമിക്കണ്ട എന്ന് പറയുന്നൊരു വാക്കിന് 1 മണിക്കൂർ സുവിശേഷ പ്രഘോഷത്തെക്കാളും ശക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഓഫീസിൽ മുറ്റത്ത്, നമ്മുടെ സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും എല്ലാം കൊടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം. പക്ഷേ അവരോടൊക്കെ സ്നേഹപൂർവ്വം ഒരു വർത്തമാനം പറയാനും അടുത്ത് നിൽക്കാനും തൊട്ടുവിടാനൊക്കെ നമുക്ക് പറ്റുകയില്ലേ? എനിക്കറിയാം, ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ഒരാളും വലിയ പുണ്യത്തിൻ്റെ അതിഭാവങ്ങളിൽ വരുന്ന ആളുകളല്ല, ഒറ്റപ്പെട്ടവർ കാണുമായിരിക്കും. മഹാഭൂരിപക്ഷം പേരും എന്തെങ്കിലും മനസ്സിൻ്റെ ഒരു സംഘർഷമോ ഒരു വിഷമോ ഒരു അസ്വസ്ഥ കൊണ്ട് വരുന്ന ആളാണ്. കൗൺസിലിംഗ് എന്നും പറഞ്ഞ് ഈ മുറ്റത്ത് വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടാൻ വരുന്നവരാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും നമുക്ക് അവരുടെ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുകയില്ലേ? ഒരു കൊച്ചു വർത്തമാനത്തിലൂടെ അവർക്ക് മടുത്തോന്ന് ചോദിക്കാൻ പറ്റുകയില്ലേ? കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കത്തില്ലേ? 1 മണിക്കൂർ കൗൺസിലിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ ചിന്തിക്കും, മുറ്റത്ത് വരുന്ന ആളോട് വെള്ളം കുടിച്ചോ, ഭക്ഷണം വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഒരുപാട് സൗഖ്യമാകുമെന്നും. 2 മണിക്കൂറിൻ്റെ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയെക്കാളും ചിലപ്പോൾ ഒരു മനസ്സ് തളർന്ന മനുഷ്യന് ഇഷ്ടവും സ്നേഹവുമാകുന്നത്, അവൻ്റെ മനസ്സിനെ മാറ്റിമറിക്കുന്നത്, ചിലപ്പോൾ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നൊക്കെ പറയുന്ന ആ കുഞ്ഞ് സ്പർശങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടാകാം, ചിലപ്പോൾ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടാകാം. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വെക്കും, ഈ സ്നേഹ സ്പർശനങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. ഞാൻ ഓർക്കും, ഈ പയ്യൻ +2 പയ്യൻ, അവൻ ധ്യാനമൊക്കെ കൂടി മിടുക്കനായി തിരിച്ചു പോകുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു വെച്ചത്, ഞാനിങ്ങോട്ട് ഒരാഴ്ചയും കൊണ്ട് ശുശ്രൂഷയ്ക്ക് വരട്ടെ അച്ഛാ, അച്ഛനോട് നിൽക്കാണെന്ന് ചോദിച്ചത്. പള്ളിയിൽ പോകാൻ മടിയുള്ളവൻ, പ്രാർത്ഥിക്കാൻ മടിയുള്ളവൻ, ഒരാഴ്ച നിർബന്ധിച്ച് ധ്യാനത്തിൽ കൊണ്ടുവന്നവൻ, അവൻ ധ്യാനം കഴിയുമ്പോൾ പറയുക, ഞാൻ ഒരാഴ്ച ഇവിടെ പോയി നിൽക്കട്ടെ അച്ഛാന്ന്. കാരണം എന്താ? പ്രസംഗം കേട്ടതിൻ്റെ മെച്ചം കൊണ്ടൊന്നുമല്ല, ധ്യാനത്തിൽ കിട്ടിയ തീക്ഷ്ണ അനുഭവം കൊണ്ടല്ല, മറിച്ച് അവനെവിടെയോ ഒരു സ്നേഹത്തിൻ്റെ കുളിർമഞ്ഞ് അനുഭവപ്പെട്ടു. ആ കുളിർമഞ്ഞിൽ നിൽക്കാൻ അവൻ കുറച്ചും കൂടെ കൊതിച്ചു കാണും, അത്രയേ ഉള്ളൂ. ഞാനോർക്കും, ആ സംഭവത്തിൽ തന്നെ അന്ന് ധ്യാനത്തിൽ അപ്പനും അമ്മയും ധ്യാനിച്ചു. ധ്യാനം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ആ ഭാര്യയും ഭർത്താവും കൂടെ എന്നോട് വന്നപ്പോൾ ഈ ഭാര്യ കൊണ്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവിന് കുറഞ്ഞു പോയ ഏക നല്ല സ്വഭാവം അതാ അച്ഛാ, ഈ കെട്ടിപ്പിടിക്കാൻ അറിയത്തില്ല അച്ഛാന്ന്. എല്ലാം സ്ട്രിക്റ്റായിട്ട് കാണുള്ളൂ, എല്ലാം കൃത്യമായി കാണുള്ളൂ, നിയമത്തിൽ ചട്ടവട്ടങ്ങളിൽ കാണുള്ളൂ. അച്ഛാ, ഇവനൊക്കെ കുഞ്ഞു കൊടുത്ത് കാണിച്ചപ്പോൾ തല്ലണത്, പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഒരു സ്പർശമില്ലേ? എന്നോട് പോലും അങ്ങനെയാ അച്ഛാ. എന്നെപ്പോലും ഒരു സ്നേഹത്തോടെ, ഒരു മൃദു സ്നേഹത്തോടെ ഒരിക്കൽ പോലും കൊണ്ടുനടന്നില്ല അച്ഛാന്ന്. അത് കെട്ടിപ്പിടിക്കുന്നവരുടെ കാലം കുറയുന്നു, വെട്ടിപ്പിടിക്കുന്നവരുടെ കാലം കൂടുക. എല്ലാവരും വെട്ടിപ്പിടിക്കാനാണ് നോക്കുന്നത്, എല്ലാവരും അടിച്ചൊതുക്കി കൃത്യം ചട്ടവട്ടങ്ങളിലൊക്കെ ആക്കി. പ്രിയപ്പെട്ട, യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? യേശു ക്രിസ്തു എല്ലാവരുടെ മേലേക്കും വളഞ്ഞുയരുന്ന സ്നേഹമായിരുന്നു. ഏറ്റവും തെമ്മാടിയായ മനുഷ്യനെയും ഏറ്റവും ക്രൂരനായ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ മാത്രം യേശുവിൻ്റെ മനസ്സിൻ്റെ വലിപ്പമുണ്ട്.
അവരെയൊക്കെ സ്പർശിക്കാനും തൊടാനും എടുക്കാനും കൊണ്ടടക്കാനും ഒക്കെയുള്ള ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ അവതാരങ്ങളായിരുന്നു യേശു കൊണ്ടുനടന്നത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് യേശു പറഞ്ഞപ്പോൾ അത് കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അല്ലെ കാല് കഴുതിയെക്കുറിച്ച് മാത്രമല്ല, ഓശാനയുടെ ദിവസം കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല, മലയിൽ നിന്ന് പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഇതുപോലെ തൊടാനും കൈപിടിക്കാനും അടുത്ത് നിൽക്കാനും ഒക്കെയുള്ള ഒരു നല്ല ശൈലിയും കൂടെ വളർത്തിയെടുക്കണം. സക്കേയൂസിൻ്റെ ഭവനത്തിൽ ചെന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ആരും അംഗീകരിക്കാത്ത വീട്ടിൽ ചെല്ലുന്ന ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ബന്ധമില്ലേ? 38 വർഷം തളർന്നു കിടന്നവൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്നെ പിടിച്ചു കയറ്റാൻ ആരും ഇതുവരെ വന്നില്ലേ, ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഈ 38 വർഷം ചുരുണ്ടുപോയ കാലൊക്കെ നിവർന്ന് അവൻ സൗഖ്യം ഉണ്ടാകിയല്ലേ? കണ്ണുകളിൽ തുപ്പിയെന്നും ചെവികളിൽ വിരലിട്ടെന്നൊക്കെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഒരു സ്നേഹ സ്പർശനത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു. ഞാനോർക്കും പണ്ടൊക്കെ പോകുന്ന ഗ്രാമത്തിലെ പോകുന്ന അച്ഛന്മാരുടെ കേസിലൊക്കെ മുട്ടായി ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഒരു മുട്ടായി കൊടുത്ത് ഒരു കുഞ്ഞു ബന്ധമൊക്കെ സ്ഥാപിച്ച് പോരുവാണ്. ആ മിഠായിക്ക് പ്രിയപ്പെട്ടവരെ പള്ളിയിലെ 5 ഞായറാഴ്ച പ്രസംഗത്തെക്കാളും രുചിയും മധുരമുണ്ട്. ആ മിഠായി കൊണ്ട് കിട്ടുന്ന സ്നേഹത്തിന് ഒരുപാട് പേരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ അവരോടൊപ്പം കഴിച്ച ആ ചെറിയ പഴത്തിനും അവിടെ തിണ്ണയിലിരുന്നതിനുമൊക്കെ ഒരുപാട് പേരെ പള്ളിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞായറാഴ്ച ആചരിക്കണം, സാബത്ത് ആചരിക്കണം, പള്ളി വരണം എന്നുള്ള 1 മണിക്കൂർ നേരത്തെ പ്രസംഗത്തെക്കാളും പ്രധാനപ്പെട്ടത് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് അവൻ്റെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് അവനോട് എടാ നീ പള്ളി കണ്ടില്ലോടാ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിക്കുമ്പോൾ പിറ്റേ ഞായറാഴ്ച പള്ളി വരും. വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മൾ മറന്നു പോയേക്കരുത്. കെട്ടിപ്പിടിച്ചുകൊണ്ടേ വെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. ആളുകളെ ചേർന്നും, അത് ഭാര്യയും ഭർത്താവായാലും ആങ്ങള പെങ്ങളായാലും എല്ലാ ബന്ധങ്ങൾക്കും അങ്ങനെയാണ്. ഒരു സൗഹൃദത്തിൻ്റെ സ്പർശനങ്ങളുണ്ട്, ചേർത്ത് നിർത്തലുണ്ട്. അത് നമ്മളെ കുറേയും കൂടെ നമ്മുടെ മനസ്സുകളെ നവീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട തിരിച്ചടികളും തിക്താനുഭവങ്ങളും ഉണ്ടായേക്കാം. ഞാനിത് പറയുമ്പോൾ ചിലരെങ്കിലൊക്കെ വിചാരിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ചാൽ കേസാകിയാലേ, ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ചിലപ്പോഴൊക്കെ അപവാദം ഉണ്ടാകിയാലേ. അതൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹസ്പർശനത്തിന് ഒരുപാട് പേരെ മാറ്റിമറിക്കാൻ സാധിക്കും. ഞാനിപ്പോഴായിരിക്കുന്ന മദർഹോം ധ്യാന കേന്ദ്രത്തിൽ വചനവും പ്രാർത്ഥനയും ശുശ്രൂഷയ്ക്കൊപ്പം എന്നും ചാലിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളുണ്ട്. ഓരോ വ്യക്തിയും കണ്ടും കേട്ടും തൊട്ടും കൊടുത്ത ആ സ്നേഹസ്പർശനങ്ങളിലാണ് അനേകരുടെ കൂനി നിവർന്നത്. വചനം കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, അത് വേണമെന്നില്ല. ഈ സ്നേഹസ്പർശനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അത് നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ സമൂഹത്തിലായാലും സ്ഥാപനത്തിലായാലും ഇന്ന് ക്രിസ്തീയ സഭയുടെ മുഖം ഒരു സ്നേഹസ്പർശത്തിന് മുഖമായിരിക്കണം. ഔദ്യോഗിക ഭാവങ്ങളുടെയും ഗൗരവഭാവങ്ങളുടെയും നിയമത്തിൻ്റെ ഫ്രെയിം വർക്കുകളിലേക്ക് ആളുകളെ വലിച്ചു കയറ്റരുത്. ഒരു സ്നേഹസ്പർശനം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദിവ്യകാരുണ്യം എന്ന് പറയുന്നതിന് ഞാനിങ്ങനെ ചിന്തിക്കും, സ്നേഹസ്പർശനത്തിൻ്റെ അവതാരമെന്നും കൂടെ നിൽക്കാൻ കൊതിക്കുന്നവൻ്റെ അവതാരമെന്നും നിന്നെ മനസ്സിലാക്കുന്നവൻ്റെ അവതാരമെന്ന് ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ട, നമ്മളും ഇതേപോലെ തന്നെ എന്നും ആളുകളുടെ കൂടെ നിൽക്കാനും അവനോട് കൂടി ആയിരിക്കാനും ഒക്കെയുള്ള പരിവർത്തനത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മൾ ദിവ്യകാരുണ്യമായി മാറുന്നത്. അതിന് വചനങ്ങളും ശുശ്രൂഷകളും നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ നിന്നെപ്പോലെ ദിവ്യകാരുണ്യമാകണം. ഞങ്ങൾ നിന്നെപ്പോലെ തന്നെ അനേകർക്ക് അടുത്ത് നിൽക്കുന്ന ആളായി മാറണം. ഞങ്ങൾ നിന്നെപ്പോലെ അനേകരുടെ നാവിൽ അലിഞ്ഞിറങ്ങുന്ന ആളായി മാറണം. സ്നേഹസ്പർശനത്തിൻ്റെയും സ്നേഹസാമീപ്യത്തിൻ്റെയും അവതാരങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ദിവ്യകാരുണ്യനാഥ, നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ സ്തുതിച്ച് ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.